ഹലോ, ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം അതിപ്പോൾ എന്താ ഒരു വെറൈറ്റി ഉള്ളതെന്ന്. പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ അറിയാം ശരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈസിയാണ്, സിമ്പിളാണ്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കംപ്ലീറ്റ് ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ചെറിയ സവാള സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. വെളിച്ചെണ്ണയിലാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ഇനി സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കൂടുതൽ ടേസ്റ്റ് വെളിച്ചെണ്ണയിലാണ്. സവാളയും അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം വേണം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഒരുപാട് വഴന്ന് വരണം എന്നില്ല. ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം സൈസാണ്. അതുപോലെ ഒരു ഇഞ്ചി കഷ്ണം 2-3 പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തത്. എല്ലാം കുറേശ്ശെ മതി. 4 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട്. നമ്മൾ 2 മുട്ട വെച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത്, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. ഒരു 4 പേർക്കുള്ള കറി ഉണ്ടാവും, പക്ഷെ മുട്ട 2 ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഏലം, പട്ട, ഗ്രാമ്പൂ എല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. ഏലക്കായ 1 ഗ്രാമ്പൂ 2, ചെറിയൊരു കഷ്ണം പട്ട, അത്രയും മതി. പിന്നെ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 6-7 കുരുമുളക് മണികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ മതി. നമ്മൾ വേറെ മുളക് പൊടി ചേർക്കാത്ത കറിയാണിത്, അതുകൊണ്ടാണ് കുരുമുളക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാപ്സിക്കത്തിൻ്റെ പകുതിയാണിത്. പച്ചമുളക് ഇട്ടാലും മതി, പക്ഷേ കാപ്സിക്കം ആവുമ്പോൾ കറി കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും. മാത്രമല്ല എരിവും അത്ര അധികം ഉണ്ടാവില്ലല്ലോ. പച്ചമുളക് ഇടുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കാപ്സിക്കം ഇടുമ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ കാപ്സിക്കം ഇല്ല എങ്കിൽ കറി ഉണ്ടാക്കാതിരിക്കേണ്ട, പച്ചമുളക് ഇട്ടിട്ട് ചെയ്യാം. ഈ കറി ഒന്നുകൂടി തിക്കാവാൻ നല്ലത് കാപ്സിക്കമാണ്. എൻ്റെ അടുത്ത് കാപ്സിക്കം ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. പച്ചമുളകാണെങ്കിൽ അതെല്ലാം കുഴപ്പമൊന്നുമില്ല. അത് പക്ഷേ കുറച്ച് എരിവ് കൂടും എന്നേ ഉള്ളൂ. ഈ എരിവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ, കുരുമുളക് അതുപോലെ ഈ കാപ്സിക്കം. അല്ലാതെ നമ്മൾ വേറെ എരിവിന് വേണ്ടി വേറെ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, എന്നാലും അത്യാവശ്യം എല്ലാം ഒന്ന് വേവണം. ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന അത് ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഞാൻ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം ഇതിടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. മല്ലിച്ചപ്പും പുതിനയും ഫ്രഷ് ആയിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഇതുള്ളതുകൊണ്ട് ഇട്ടുവെന്ന് മാത്രം. ഇത് കസൂരി മേത്തിയുടെ പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കസൂരി മേത്തി നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനത് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് പൊടി ഇട്ടത്. അത് അങ്ങനെ തന്നെ ഇട്ടാലും മതി. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, ഞാൻ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത്. പെരിഞ്ജീരകം തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതിലിപ്പോൾ ഒഴിവാക്കാവുന്നത് കസൂരി മേത്തിയാണ്, ഞാനത് ഉള്ളതുകൊണ്ട് ഇട്ടുവെന്ന് മാത്രം. ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ മതി. കാരണം നമ്മൾ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഡ്രൈ ആണെങ്കിലും ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് അധികം ഉണ്ടായിരുന്ന സമയത്ത് ഉണക്കി വെച്ചിട്ടുള്ളതാണത്. ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് തന്നെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടി ചൂടുള്ള ചട്ടിയിലിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. സെയിം ചട്ടിയിൽ തന്നെ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് അത് ചൂടാകുമ്പോൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ കാപ്സിക്കം ചേർക്കുന്നതുകൊണ്ടാണ് കുറച്ചും കൂടി തിക്കായിട്ടുള്ള ഇതുപോലെ വരുന്നത്. നേരെ കുറച്ച് പച്ചമുളകാണെങ്കിൽ ഇത്ര തന്നെ ഉണ്ടാവില്ല, കറി ഇത്ര തിക്കാവില്ല. ഇനി ഇത് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. റോ ടേസ്റ്റ് മാറാൻ എന്ന് പറയാൻ ഒന്നുമില്ല, കാരണം നമ്മളെല്ലാം നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിക്കാണും. അപ്പോൾ അതൊന്ന് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇതിലിട്ടിട്ട്. ഇപ്പോൾ ഇതിങ്ങനെ ഇളക്കി കണ്ടോ, നേരത്തേനേക്കാളും ഒന്നുകൂടി ഡ്രൈ ആയിട്ടുണ്ട്.
നന്നായിട്ടൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. കറി ഏകദേശം എത്ര വേണം തീരുമാനിച്ചിട്ട് അതിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എരിവ് കുറഞ്ഞൊരു കറിയാണിത്. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ക്യാപ്സിക്കം ഇടുന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് കൂട്ടി കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതെല്ലാം ആ എണ്ണയിൽ കിടന്നൊന്ന്, കാരണം മല്ലിപ്പൊടിക്കും മഞ്ഞൾപ്പൊടിക്കൊക്കെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും, അതൊക്കെ അതിൽ കിടന്നൊന്ന് ഇളക്കിയിട്ടൊന്ന് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഇനി നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയുടെ എണ്ണമൊക്കെ പിന്നെ ഓരോരുത്തരുടെയും വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ 2 എണ്ണേ ചേർക്കുന്നുള്ളൂ. മുട്ട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും തേങ്ങാപ്പാലിൻ്റെ അളവും ഇനിയിപ്പോൾ 1.5 കപ്പൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. മിക്സിയുടെ ജാറിലുണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ 1-ാം പാലാണ് കേട്ടോ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ശരിക്കും ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കറിക്ക്. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് തിക്കായിട്ടുള്ളൊരു കറിയാണിത്. ഇനിയിപ്പോൾ വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ആവാനൊന്നുമില്ല. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. വേറെ ജോലിയൊന്നുമില്ല ഇതിൽ. കറിയിൽ കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. കുറച്ച് തിക്കായിട്ടുള്ള കറിയാണ്. ഞാൻ നൂൽപുട്ടായിരുന്നു ഇതിൻ്റെ കൂടെ. അപ്പോൾ നൂൽപുട്ടിന് നമുക്ക് അങ്ങനെ ഒരുപാട് ലൂസായ കറി ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പത്തിരിയുടെ കൂടെ ആയാലും ചപ്പാത്തിക്കൊക്കെ നല്ല ബെസ്റ്റ് കറിയാണത്. ഒരുപാട് തിക്നെസ് ഉണ്ട് തോന്നിയപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. കറി റെഡിയായി. ഇനി ഇതിലൊന്നും ചെയ്യാനില്ല. നമ്മൾ വറവിട്ട് കൊടുക്കുക, എണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒന്നും ചെയ്യാനില്ല. തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പത്തിരിക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലൂസായൊരു കറി വേണ്ടി വരും. ഞാൻ ഇതിൻ്റെ കൂടെ ഗോതമ്പ് ഇടിയപ്പമാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള കറി വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതാ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഗോതമ്പ് ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.